ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സന്ദീപിനെ വിളിച്ചുകൊണ്ട് പോകാനായി സന്ദീപിന്റെ കൂട്ടുകാരന്റെ വീട്ടിലെത്തിയ അവന്തികയും സേതുമാധവനും സന്ദീപിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. സന്ദീപ് ചെയ്ത തെറ്റ് തനിക്ക് പൊറുക്കാനായിട്ടില്ല എന്നുള്ള സേതുമാധവന്റെ വാക്കിന് ശേഷം അവന്തിക സന്ദീപിനോട് പറഞ്ഞു, അച്ഛനോട് എനിക്ക് നിന്നെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. നിന്റെ ജീവിതം ഇതുപോലെ തകർന്നു പോകുന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിന്നെ ഇപ്പോ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ മറ്റൊരു ആശങ്കയുണ്ട് എന്ന് അവന്തിക അറിയിച്ചു. നിന്റെ ജീവിതം ഈ അവസ്ഥയിലായതും നീ ഇപ്പോ ഇങ്ങനെ വന്നു നിന്നതും ഒക്കെ എന്ത് കാരണത്താലാണെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ ജീവിതം ഈ അവസ്ഥയിലേക്ക് വന്നെത്താനുള്ള കാരണം നെല്ലിശ്ശേരി എന്ന ആ കുടുംബത്തിൽ നിന്ന് നിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടേണ്ടി വന്ന നിന്റെ ഈ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോഴും എനിക്ക് ആശങ്കയുള്ളത് നിന്റെ ഭാവിയെ കുറിച്ചാണ്. ഇനി വരാൻ പോകുന്ന നിന്റെ ജീവിതം എങ്ങനെയാകും എന്നതിനെ കുറിച്ചാണ് എന്റെ ആശങ്ക എന്ന് അവന്തിക സന്ദീപിനോട് അറിയിച്ചു. അത് കേട്ട സന്ദീപ് ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ സന്ദീപിനോട് ഉടനെ അവന്തിക പറഞ്ഞു, ഇനിയും കൂടുതലൊന്നും പറയാനില്ല. നിന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് നീയും നിന്റെ ഒപ്പമുണ്ടായിരുന്ന അർച്ചനേടത്തിയും കൂടി ആയിരുന്നല്ലോ. ഇപ്പോ അർച്ചനയ്ക്ക് നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ സന്ദീപേ? ആ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാനാകാതെ സന്ദീപ് അങ്ങനെ നിൽക്കുമ്പോ, ഇനി നിനക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഇനിയും സംസാരിച്ചു നിൽക്കണ്ട, വേഗം പോകാമെന്ന് സന്ദീപിനോട് അവന്തിക അറിയിച്ചു. സന്ദീപ് വേഗം തന്റെ ബാഗ് എടുക്കാനായി അകത്തേക്ക് പോകുമ്പോ അവന്തിക അർച്ചനയുടെ വാക്കുകൾ അനുസരിക്കേണ്ടി വന്നതിന്റെ നിരാശയിലും തിരിച്ച് അവന്തിക നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങിയെത്തുമ്പോ അർച്ചനയുടെ മുഖത്തുണ്ടാകാൻ പോകുന്ന വിജയം നേടിയതിന്റെ ആ സന്തോഷം അത് തനിക്ക് ഉൾക്കൊള്ളാനാകാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് അവന്തിക നിന്നു. പിന്നീട് സന്ദീപുമായി സേതുമാധവനും അവന്തികയും നെല്ലിശ്ശേരിയിലേക്ക് വന്നെത്തി. സന്ദീപ് വീട്ടിലേക്ക് കയറി വരുമ്പോ സേതുമാധവനും അവന്തികയും അകത്തേക്ക് പോകുന്ന സമയത്ത് വാതിക്കൽ ആരാ എത്തിയെന്നറിയാനായി ഓടിയെത്തിയ സ്നേഹ സന്ദീപിനെ കണ്ടത് സന്തോഷത്തോടെ അകത്തേക്ക് ഓടിയെത്തി, എടുത്തി ഇതാ സന്ദീപേട്ടൻ വന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട ഉടനെ ശശിയും അർച്ചനയും താഴേക്ക് ഇറങ്ങി വരുമ്പോ സന്ദീപ് വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കുന്നു. അവന്തികയും അച്ഛനും അകത്തേക്ക് കയറിയിട്ട് സന്ദീപ് അകത്തേക്ക് വരാൻ മടി കാണിച്ചങ്ങനെ നിൽക്കുമ്പോ സ്നേഹ വിളിച്ചു പറഞ്ഞു, സന്ദീപേട്ട കേറി വാ, ഏട്ടനെന്താ അവിടെ നിൽക്കുന്നത്? അവസാനം സന്ദീപ് ആകെ വിഷമത്തോടെ വലിയൊരു കുറ്റബോധത്തോടെ തല കുനിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുമ്പോ അർച്ചനയും ശശിയും സന്ദീപ് വന്നതിന്റെ സന്തോഷത്തിൽ വന്ന് സന്ദീപിനരികിൽ വന്നു നിന്നു. ഈ സമയത്ത് സേതുമാധവന്റെയും അവന്തികയുടെയും മുഖത്ത് അപ്പോഴും ഭയങ്കര ഗൗരവം തന്നെ നിഴലിച്ചു. ഉടനെ സന്ദീപ് വന്നുവെന്ന് വാർത്തയറിഞ്ഞ് ആതിര റൂമിൽ നിന്ന് സ്റ്റെയറിറങ്ങി താഴെ എത്തിയതും സന്ദീപ് വാതിൽക്ക് നിൽക്കുന്നത് കണ്ട് ആതിര അല്പനേരത്തേക്ക് അവിടെ നിൽക്കുന്നു. അതിനുശേഷം ആതിര വേഗം സന്ദീപിനരികിലേക്ക് ഓടിയെത്തി. സന്ദീപെ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് സന്ദീപിനെ ആതിര കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ സന്ദീപിനെ ചേർന്ന് നിൽക്കുന്ന ആതിരയും സന്ദീപും ആതിരയും തമ്മിലുള്ള ആ പരസ്പര സ്നേഹം കണ്ട് എല്ലാവരും അങ്ങനെ ആ സന്തോഷത്തിൽ നിൽക്കുമ്പോ അവന്തികയുടെയും സേതുമാധവന്റെയും മുഖത്ത് മാത്രം വല്ലാത്ത ഗൗരവം അങ്ങനെ നിൽക്കുമ്പോ അനഘ സന്ദീപ് വന്നു എന്ന് വാർത്തയറിഞ്ഞ് പുറത്തേക്കെത്തി. അനഘയെ അവിടെ സന്ദീപിന്റെ അരികിൽ ആതിര വന്ന് നിൽക്കുകയും അവരുടെ ആ ബന്ധം അംഗീകരിച്ചതുപോലെ സന്ദീപിനെ തിരിച്ചു കൊണ്ടുവരാനായി അവന്തിക കൂടെ പോയതിന്റെ ദേഷ്യവും ആ നിമിഷം അനഘയുടെ മുഖത്ത് കണ്ടു. ഉടനെ അനഘ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശശി സന്ദീപിനോടും ആതിരയോടുമായി പറഞ്ഞു, ആതിരെ ഇനി നീ കരയേണ്ട കാര്യമൊന്നുമില്ല, കാരണം സന്ദീപ് മടങ്ങിയെത്തിയില്ലേ, ഇനി നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞു ശശി വേഗം സേതുമാധവന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അച്ഛന്റെ മനസ്സിൽ ഇനി ആരോടും ദേഷ്യമോ പരിഭവോ ഒന്നും വേണ്ട, എല്ലാം ഇതോടെ അവസാനിപ്പിക്കാം അച്ഛാ എന്ന് പറഞ്ഞപ്പോ ഉടനെ അർച്ചന മുന്നിലേക്ക് വന്ന് സേതുമാധവനോട് പറഞ്ഞു, അച്ഛന് എന്നോട് ദേഷ്യം കാണും, ഞാൻ ചെയ്ത തെറ്റ് അതിന്റെ പേരിൽ അവരെ ഒരു കാരണവശാലും അച്ഛൻ അകറ്റി നിർത്തുകയോ അവരെ വേദനിപ്പിക്കാനോ അച്ഛൻ ശ്രമിക്കരുതെന്ന് അർച്ചന ആവശ്യപ്പെടുമ്പോ ഉടനെ ഇതെല്ലാം കേട്ടു നിന്ന സ്നേഹ പറഞ്ഞു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി പഴയ കാര്യങ്ങളൊന്നും ഇനി ഇവിടെ ആരും സംസാരിക്കണ്ട. ഈ വീട്ടിലെ മൂന്നാമത്തെ മരുമകളായി ആതിരയെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു, എന്റെ മൂന്നാമത്തെ ഏട്ടത്തിയായി എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് സന്തോഷത്തോടെ സ്നേഹ വിളിച്ചു പറയുമ്പോ എല്ലാവരും അത് കേട്ട് അങ്ങനെ നിൽക്കുമ്പോ സ്നേഹയുടെ പുഞ്ചിരി നേരെ ചെന്നെത്തിയത് അനഘയുടെ മുഖത്തേക്കും. ഉടനെ അനഘയുടെ ആ ദേഷ്യം കണ്ടതോടെ സ്നേഹയുടെ മുഖത്ത് വന്ന ആ പുഞ്ചിരി മായുന്നു. അതിനുശേഷം അർച്ചന വേഗം സന്ദീപിന്റെ മാതിരിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, എന്തായാലും നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയല്ലേ,
അതുകൊണ്ട് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാം എന്നറിയിച്ചു. അത് കേട്ട ഉടനെ സന്ദീപും ആതിരയും കൂടി സേതുമാധവന്റെ അനുഗ്രഹം വാങ്ങിക്കുവാനായി സേതുമാധവന് മുന്നിലേക്ക് ചെല്ലുന്നു. ഇരുവരും അനുഗ്രഹത്തിനായി സേതുമാധവന്റെ കാല് തൊടാനായി കുനിഞ്ഞതും ആ നിമിഷം സേതുമാധവൻ അവർക്ക് മുന്നിൽ നിന്ന് മാറുന്നു. ഇത് കണ്ട അവന്തിക വലിയ സന്തോഷത്തിലായി. സേതുമാധവൻ കുറച്ചു നേരത്തേക്ക് എന്തോ ആലോചിച്ചു നിന്നതിനു ശേഷം ഒന്നും മിണ്ടാതെ നേരെ തന്റെ റൂമിലേക്ക് പോയി വാതിലടച്ചു. ആ കാഴ്ച കണ്ട് അവന്തികയും മറ്റെല്ലാവരും അങ്ങനെ സന്തോഷം നിൽക്കുമ്പോൾ സ്നേഹ മുന്നിലേക്ക് വന്ന് പറഞ്ഞു, ഇതെന്ത് പ്രവൃത്തി അച്ഛനെ കാണിച്ചത്? അപ്പോഴേക്കും സന്ദീപിനും ആതിരയ്ക്കും ആകെ സങ്കടമായി. ഉടനെ അവന്തിക ചോദിച്ചു, അതിനെന്താ, അച്ഛൻ എന്ത് തെറ്റിയതെന്നായി പറയുന്നത്? സന്ദീപും ആതിരയും അച്ഛനോട് ചെയ്ത തെറ്റിന് അച്ഛൻ ഇപ്പോഴും ക്ഷമിക്കാനായിട്ടില്ല, അതുകൊണ്ട് തന്നെ അച്ഛൻ അങ്ങനെ പ്രതികരിച്ചത് എന്ന് പറഞ്ഞതും സ്നേഹ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക സ്നേഹയെ താക്കീത് ചെയ്തു. മുതിർന്നവർ പറയേണ്ട സമയത്ത്, മുതിർന്നവർ സംസാരിക്കുന്ന സമയത്ത് നീ ഇവിടെ അഭിപ്രായങ്ങൾ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് സ്നേഹയെ അവിടുന്ന് അവന്തിക പറഞ്ഞയക്കണം. സ്നേഹ പോയി കഴിയുമ്പോഴേക്കും ശശി പറഞ്ഞു, അതെ, എന്തായാലും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇപ്പോ അച്ഛൻ ആതിരയെയും സന്ദീപിനെയും ഒരുമിച്ച് ജീവിക്കാനും അനുവദിച്ചല്ലോ. ഇനിയും ഈ പരിഭവവും ദേഷ്യവും ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്തിനാണ് എന്ന് എല്ലാം ഇതോടെ അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അതെ, അങ്ങനെ അങ്ങ് എല്ലാം അവസാനിപ്പിക്കാൻ കഴിയില്ല സച്ചി. സച്ചിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, കാരണം ഇതിനെല്ലാത്തിനും കാരണക്കാരിയായത് സച്ചിയുടെ ഭാര്യയാണല്ലോ. എന്നാൽ സച്ചിയുടെ ഭാര്യ ഇതിനെല്ലാം കൂട്ടുനിന്നപ്പോ ഈ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും സൽപ്പേരും എല്ലാമാണ് തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ സന്ദീപിന്റെ ആതിരയുമായിട്ടുള്ള വിവാഹത്തിന് സച്ചിക്കും എതിർപ്പ് കാണില്ല. കാരണം ഭാര്യയുടെ അനുജത്തിയായിരുന്നല്ലോ. അക്കാരണം കൊണ്ട് സച്ചിക്കും ഇതിനോട് അനുകൂലമായ നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് അവന്തിക അറിയിച്ചു. അത് കേട്ട ഉടനെ സന്ദീപ് ചോദിച്ചു, ഏട്ടതെ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞാനും ആതിരയും പരസ്പരം സ്നേഹിച്ചതോ, ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചതോ ഇത് ഈ ലോകത്താരും ചെയ്യാത്ത കാര്യമൊന്നുമല്ലോ. അത്രയും വലിയ തെറ്റൊന്നും അല്ലല്ലോ ഞങ്ങൾ ചെയ്തത്. ഇതില് എന്ത് തെറ്റാ ഉള്ളത് എന്ന് സന്ദീപ് അവന്തികയോട് ചോദിച്ചതും അവന്തിക പറഞ്ഞു, തെറ്റാണ്, നീ ചെയ്ത തെറ്റാണ് സന്ദീപേ. നീ ആതിരയെ വിവാഹം കഴിക്കുന്നതോ, ആതിരയെ വിവാഹം കഴിച്ച് നിന്റെ കൂടെ പാർപ്പിക്കാൻ ആഗ്രഹിച്ചതോ അതൊന്നും തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം നിന്റെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ അതിൽ തെറ്റായി സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഇതിനോട് എതിർപ്പ് കാട്ടിയപ്പോ നിനക്ക് ഈ കാര്യം നിന്റെ അച്ഛന്റെ അരികിൽ ചെന്ന് പറയാമായിരുന്നല്ലോ. പിന്നെ അതിന് തയ്യാറാകാതിരുന്നത് എന്തു കാരണത്താലാണ്? നീ വിവാഹം കഴിച്ച്, രഹസ്യമായി വിവാഹം കഴിച്ച് ഇവളെ ഗർഭിണിയാക്കിയതാണ് അതിനേക്കാൾ വലിയ തെറ്റ്. ഈ മറ്റുള്ളവരാരും അറിയാതെ അവളോടൊപ്പം നീ വിവാഹം കഴിച്ചതിന് ശേഷം അവൾക്കൊപ്പം പോയി താമസിക്കാനും ഒക്കെ തയ്യാറായത് അതാണ് ഈ കുടുംബത്തിന്റെ സൽപ്പേരിനെ ഇല്ലാതാക്കിയത്. പിന്നെ ഒരു കാര്യം കൂടി, നീ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ പോലെ അച്ഛനോട് നീ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്തി തരുമായിരുന്നല്ലോ. അതിനു പകരം നീ ചെന്നത് അർച്ചനയുടെ അരികിൽ നിങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അർച്ചന ആരും അറിയാതെ ആ വിവാഹവും നടത്തി തന്നു. ഏട്ടത്തി അമ്മയാകാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഏട്ടത്തി അമ്മയാകേണ്ടതും അമ്മയായി തീരേണ്ടതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടല്ല എന്നത് മനസ്സിലാക്കണം. ഇപ്പൊ അച്ഛന്റെ മനസ്സിലും മറ്റുള്ളവരുടെ മനസ്സിലും ഇങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള കാരണവും അത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സച്ചി പറഞ്ഞതുപോലെ ഇവരുടെ വിവാഹം ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം അർച്ചന പറഞ്ഞത് കൊണ്ട് സന്ദീപിനെ വിളിച്ചോണ്ട് വന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷെ അച്ഛൻ അംഗീകരിക്കുന്ന കാലം വരെ, അച്ഛൻ എന്ന് ഇവരെ അംഗീകരിക്കുന്നോ അന്ന് മാത്രമേ ഞാനും ഇവരെ അംഗീകരിക്കാൻ തയ്യാറാവുകയുള്ളൂ. അതുവരെ എനിക്ക് ഇവരുടെ കാര്യങ്ങളൊന്നും തന്നെ അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. അവന്തിക നേരെ റൂമിലേക്ക് വരുന്നത് കണ്ട് അർച്ചനയും സച്ചിയും ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ അവന്തിക നേരെ റൂമിൽ കയറിയ സമയത്ത് അനഘയും പിന്നാലെ പോന്നു. പിന്നീട് സന്ദീപുമായി ആതിരയോടൊപ്പം സച്ചിയും അർച്ചനയും സന്ദീപിന്റെ റൂമിലേക്ക് എത്തി. അവിടെ വന്നതിന് ശേഷം ഇരുവരോടും സച്ചി പറഞ്ഞു, എന്തായാലും താഴെ സംഭവിച്ചതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഇപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനുള്ള അനുമതി ലഭിച്ചല്ലോ, അത് മാത്രം മതി. നമ്മൾ മറ്റൊരു കാര്യമാണ് ഇവിടെ മറന്നുപോയത്. ഇവിടെ അച്ഛന്റെയും അവന്തികയുടെയും ഒക്കെ വേദന നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കാതെ പോയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അർച്ചനയുടെ വീട്ടുകാരുടെ അവസ്ഥ, വൃന്ദാവനത്തിലുള്ളവരുടെ അവസ്ഥ, അത് നമ്മൾ ഇതുവരെയായിട്ട് ഓർത്തിട്ടില്ല. അവരെത്രത്തോളം വേദനയോടെയാണ് ഈ വീടിന്റെ പടിയിറങ്ങി പോയതെന്നും ഇപ്പോ അവരെന്ത് വേദന അനുഭവിക്കുന്നുണ്ടെന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്ന് ശശി അറിയിച്ചു. ഉടനെ സന്ദീപ് പറഞ്ഞു,
ഏട്ടാ, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സങ്കടപ്പെടുന്നത് ഞങ്ങൾ കാരണം ഏടത്തി അനുഭവിക്കുന്ന വേദനയും അച്ഛൻ കാണിക്കുന്ന അകൽച്ചയുമാണ്. ഏടത്തിയോട് അച്ഛൻ ഇത്രത്തോളം വിരോധവും അകൽച്ചയും കാണിക്കുന്നത് എന്ത് കാരണത്താലാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞതും ശശി പറഞ്ഞു, അതേ അവസ്ഥ തന്നെയാണ് വൃന്ദാവനത്തിലുള്ളവരും ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞതും ആതിര പറഞ്ഞു, അച്ചുചേച്ചി, ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നു അല്ലെ, ഒത്തിരി പേരുടെ അവഗണനയും വെറുപ്പും ഒക്കെ ചേച്ചിക്ക് ഇപ്പോൾ സമ്പാദിക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഒറ്റയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ടപ്പോൾ നിങ്ങളെ ഒന്നിപ്പിക്കണം, നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിപ്പിക്കണം, അത്ര മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് സാധിച്ചെടുക്കാനും കഴിഞ്ഞു എന്ന് അർച്ചന പറഞ്ഞു. ഉടനെ ആതിര പറഞ്ഞു, അച്ചുചേച്ചി, എല്ലാവരും അച്ചുചേച്ചിയോട് എതിർപ്പല്ലേ ഇപ്പൊ കാട്ടുന്നത് എന്ന് ചോദിച്ചിരും. സച്ചി പറഞ്ഞു, എന്തായാലും അർച്ചനയോട് അങ്ങനെ അകൽച്ച ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം സന്ദീപനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചെങ്കിലും അവന്തികയെടുത്തി അവസാനം അർച്ചന ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് അച്ഛനും എടുത്തിയും സന്ദീപിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തയ്യാറായല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് സച്ചി എല്ലാവരോടുമായി പറഞ്ഞു. അപ്പോഴേക്കും വൃന്ദാവനത്തിലുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് സച്ചി സംസാരിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, അനൂപേട്ടൻ ഇപ്പോഴും ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സച്ചിയേട്ടൻ അറിയാമല്ലോ, അനൂപേട്ടനും മറ്റുള്ളവർക്കൊക്കെ സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വൃന്ദാവനത്തിലുള്ളവർക്ക് ഏൽക്കേണ്ടി വന്ന അപമാനം അത് ഒരിക്കലും അനൂപേട്ടന് സഹിക്കാൻ കഴിയാവുന്നതല്ല. മാത്രവുമല്ല, ആതിര ഇവിടെ വന്ന് താമസിക്കുന്നതിനോട് അനൂപേട്ടൻ എതിർപ്പുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വെച്ച് അനൂപേട്ടനും വീട്ടുകാർക്കും നേരെ ഉണ്ടായ അപമാനവും അതിനേക്കാൾ ഉപരി ഇപ്പോ സന്ദീപ് അവസാനം കാണിച്ച സന്ദീപിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ രീതിയിലുള്ള തെറ്റുകളും അതെല്ലാം അനൂപേട്ടനെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് സച്ചി പറഞ്ഞു, അനൂപേട്ടന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും അങ്ങനെ പ്രതികരിക്കൂ. ആ പാവമേട്ടന്റെ മനസ്സ് എത്രത്തോളം നീറുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിയാത്തത് കൊണ്ടാണ്. എന്തായാലും ഇവരുടെ വിവാഹം കഴിഞ്ഞത് കൊണ്ട് ഇവരൊന്നിച്ച് ജീവിക്കാനായി അച്ഛൻ സമ്മതിച്ചുകൊണ്ടും ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചു എന്ന് ശശി അറിയിച്ചു. എന്തായാലും ഇനി മറ്റൊന്നും ആലോചിക്കണ്ടെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അർച്ചന ആതിരയെ ചേർത്ത് പിടിക്കുമ്പോ അവന്തിക സച്ചിയുടെ റൂമിലേക്ക് എത്തി. സച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവന്തിക റൂമിലേക്ക് കയറി വരുമ്പോ അവിടെ എങ്ങും അർച്ചനയും സച്ചിയും ഇല്ല എന്ന് അവന്തികയ്ക്ക് മനസ്സിലായി. സന്ദീപിന്റെ റൂമിലേക്ക് അവരിരുവരും പോയിരിക്കുകയാണെന്ന് കണ്ട അവന്തിക വേഗം തന്നെ സച്ചിയുടെ റൂമിലേക്ക് കയറുന്നു. ആ വാതിൽ ലോക്ക് ചെയ്ത് അവന്തിക ഉടനെ അതിനകത്ത് എല്ലായിടവും പരിശോധിച്ചു. അവിടെ ഇരുന്ന ബാഗും കബോർഡുകളുമൊക്കെ അവന്തിക പരിശോധിക്കുന്നു. എവിടെയാണ് അവന്തിക ആ ഡയറി ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അപ്പോഴേക്കും വാതിൽ തുറന്ന് അകത്തേക്ക് അനഘയെത്തി. ആഹാ, ചേച്ചിയായിരുന്നു ഇവിടെ എന്ന് ചോദിച്ചതും ഉടനെ തന്നെ അവന്തിക അവിടെ നിന്ന് അനഘയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. നീങ്ങി വന്നേ പറയാം എന്ന് പറഞ്ഞ് റൂമിലെത്തിയതും അനഘയുടെ കാര്യം അവന്തിക അവതരിപ്പിച്ചു. അപ്പോ ചേച്ചിയുടെ രഹസ്യങ്ങൾ അടങ്ങിയ ഏതോ ഒരു ഡയറി അച്ഛനുടെ കയ്യിലുണ്ട് അല്ലെ, അത് വേണമല്ലേ എന്ന് ചോദിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു, അതെ, അത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് തിരികെ വേണം എന്ന് പറഞ്ഞപ്പോ അനഘ പറഞ്ഞു, എന്നാ പിന്നെ ചേച്ചിക്ക് അർച്ചനയ്ക്ക് പണം ഓഫർ ചെയ്താ പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും നീ തമാശ പറയാൻ നിൽക്കാതെ അനഘ എന്ന് പറഞ്ഞ് അവന്തിക അനഘയുടെ നേരെ ദേഷ്യപ്പെട്ടു. ഉടനെ അവന്തികയുടെ ദേഷ്യപ്പെടൽ കേട്ട് അനഘ പറഞ്ഞു, അല്ല ചേച്ചി തന്നെയല്ലേ പറഞ്ഞത് എന്ത് വില കൊടുത്തും അത് വേണമെന്ന്. അല്ല അതിപ്പോ ഞാൻ എടുത്തു തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചോദിച്ചാലും തരുവോ എന്ന് ചോദിച്ചതും അനഘയുടെ ചോദ്യം കേട്ട് അവന്തിക പറഞ്ഞു, നീ എന്ത് ചോദിച്ചാലും ഞാൻ തന്നിരിക്കും. അപ്പോഴേക്കും അനഘ ചോദിച്ചു, അത് ശരി, അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ ഡയറി അവളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇപ്പോ ഇക്കാര്യമൊക്കെ സമ്മതിക്കുന്നത്. ഈ സന്ദീപിനെ തിരികെ വിളിച്ചുകൊണ്ട് വരാനൊക്കെ തയ്യാറായതും ആ ഡയറി അവളുടെ കയ്യിലുള്ളത് കൊണ്ട് അത് വെച്ച് അവൾ ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടുമാണ് അല്ലെ, അതല്ലേ സത്യം എന്ന് അവന്തികയോട് അനഘ ചോദിച്ചു. അത് കേട്ട ഉടനെ അനഘ അത് ശരി തന്നെയാണ്, അനഘയുടെ ചോദ്യം കേട്ട് അവന്തിക അത് ശരി തന്നെയാണെന്ന് സമ്മതിച്ചു. അപ്പോഴേക്കും അനഘ പറഞ്ഞു, എന്നാ ചേച്ചി പേടിക്കണ്ട, ഉടനെ തന്നെ ആ ഡയറി ചേച്ചിയുടെ കൈകളിൽ എത്തിയിരിക്കും. ആ ഡയറിയുടെ പേരിൽ ചേച്ചിക്ക് ഇനി ഭയപ്പെടേണ്ടി വരില്ല. അതിലെന്താ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അതൊക്കെ ഞാൻ പിന്നീട് നിനക്ക് പറഞ്ഞു തരാം. അത് കേട്ട ഉടനെ തന്നെ അവന്തിക പറഞ്ഞു, ശരി ശരി,
എന്നാ അതെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ചേച്ചി അത് ഓർത്ത് ടെൻഷൻ ആവാതിരിക്കെ എന്ന് പറഞ്ഞ് അവന്തിക ആ ഡയറിയെ കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്ന് അനഘ അറിയിച്ചു. അനഘയുടെ വാക്കുകൾ വിശ്വസിച്ച് അവന്തിക അങ്ങനെ ഇരിക്കുമ്പോ പിന്നീട് ആതിര എല്ലാവരും സമാധാനത്തിലായതിന്റെ സന്തോഷത്തിൽ ശശി പുറത്തുപോയി വീട്ടിലേക്ക് കയറി വരുമ്പോ കയ്യിൽ ഒരു കവർ ഇരിക്കുന്നത് സ്നേഹ കണ്ടുപിടിക്കണം. ഉടനെ സച്ചി മുകളിലേക്ക് കയറുന്ന സമയത്ത് സ്നേഹ തിരികെ വിളിച്ചു. അല്ല, ഇത് എന്താ കയ്യിൽ കവർ ഇരിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ സച്ചി പറഞ്ഞു, അതെ അതൊരു ഗിഫ്റ്റാ, അയാൾക്കുള്ളതാ എന്ന് പറഞ്ഞപ്പോ ആ സ്നേഹി ചോദിച്ചു, ഗിഫ്റ്റോ? ഇന്നെന്താ ഏടത്തിയുടെ പിറന്നാൾ വല്ലതാണോ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, അല്ലേ എന്തായാലും സന്ദീപിനെയും ആതിരയെ ഒന്നിപ്പിക്കാനായി സന്ദീപിനെ തിരിച്ചു കൊണ്ടുവരാൻ അയാളെ ശ്രമിച്ചില്ലേ, അങ്ങനെ അയാളുടെ ശ്രമം കൊണ്ട് സന്ദീപ് മടങ്ങിയെത്തിയില്ലേ, അതിന് സന്തോഷം അറിയിക്കാനായിട്ട് അയാൾക്കൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചതാ എന്ന് സച്ചി അറിയിച്ചു. അത് കേട്ടതോടെ സ്നേഹ പറഞ്ഞു, അതെ ഞാനും ആതിര ഇവിടെ കയറ്റാനായിട്ട് കുറച്ച് മഴ നനഞ്ഞ കേട്ടോ, നമുക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചതും നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു സച്ചി സ്നേഹത്തോടെ അനുജത്തിയോട് താൻ ഗിഫ്റ്റ് തരാമെന്ന് സമ്മതിച്ചു. അത് കേട്ട പറഞ്ഞ സ്നേഹ പറഞ്ഞു, ശരി ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി ആ ഗിഫ്റ്റുമായി അവന്തി അർച്ചനയ്ക്ക് അരികിലേക്ക് പോകുന്നതിന് സ്നേഹ സമ്മതിക്കുന്നു. ഈ സമയത്ത് റൂമിൽ ഇരുന്ന അർച്ചന തന്റെ കയ്യിൽ കിട്ടിയ ഡയറിയെ കുറിച്ച് ഓർത്തു. അന്ന് വിജയ് വീട്ടിൽ വന്ന് അവന്തികയുടെ കാര്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞപ്പോഴുണ്ടായ അവഗണനയും അപമാനവും ഒക്കെ അർച്ചന ഓർമ്മിച്ചു. ആകെ അവർക്കെതിരെ എന്റെ കയ്യിലുള്ള ആകെയുള്ള തെളിവ് ഇത് മാത്രമാണ് എന്ന് അർച്ചന ഓർമ്മിച്ചു. ഇത് കൈമോശം വരാൻ പാടില്ല എന്ന് ചിന്തിച്ച് അർച്ചന അത് കബോർഡിനുള്ളിൽ വെക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഉടനെ താൻ ബെഡിനടിയിൽ ഒളിപ്പിച്ച കബോർഡിന്റെ കീ എടുത്ത് അർച്ചന വേഗം ആ കബോർഡ് തുറന്ന് അതിനുള്ളിലേക്ക് ആ ഡയറി ഭദ്രമായി വെച്ചു. അതിനുശേഷം ആ കീയുമായി നേരെ ആ ബെഡിനരികിലേക്ക് എത്തും. അതിനുശേഷം ആ ബെഡിനടിയിലേക്ക് ആ കീ എടുത്തു വെക്കുകയും ചെയ്യുന്നു. ഇത് കൃത്യസമയത്ത് അവന്തികയ്ക്ക് അനഘ കൊടുത്ത വാക്ക് പാലിക്കുവാനായി അനഘ അർച്ചന എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തുന്നു.